ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബില്ലൂക്ക വേൾഡ്. അപ്പം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം കേട്ടോ. ഉഴുന്നുവടക്ക് വേണ്ട സാധനങ്ങൾ ഈ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്റിൽ ഉണ്ടാക്കാം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിടണം കേട്ടോ. വെള്ളത്തിലിട്ട് നല്ലോണം അത് വലിയതായി വന്നിട്ട് പിന്നെ അരച്ചതിൻ്റെ മിക്സാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെല്ലുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും കൂട്ടി മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം പോലെ ആയപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് അരിപ്പൊടിയും ചേർക്കണം കേട്ടോ. പിന്നെ ഉപ്പ് മസ്റ്റാണ്, ഉപ്പ് മറക്കാൻ നിൽക്കരുത്. അപ്പോൾ ഉപ്പിട്ട് അപ്പോൾ ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് ലൂസായ മാതിരി തോന്നി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിക്നെസ്സും ടൈറ്റും കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഉഴുന്നുവട ആകുമ്പോൾ ആ ഓട്ടൊക്കെ കിട്ടി ഇങ്ങനെ ഫിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നാലേ അതിൻ്റെ ഇത് ബാറ്റിൽ സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളത് മിക്സ് ആക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഉഴുന്നുവടയോട് അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമില്ല, പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിസ്റ്ററാണ് ഉണ്ടാക്കിയത്. ഭയങ്കര സോഫ്റ്റും കാര്യം കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് അത് നോക്കോളൂ ഉണ്ടാക്കിയത്. ഓള് ഉഴുന്നുവട എൻ്റെ ഓട്ടൊക്കെ കിട്ടാൻ വേണ്ടി പുതിയ ട്രിക്കൊക്കെ ഇട്ടുങ്ങാണ്ട് ചെയ്യാൻ കേട്ടോ. നമ്മളെ അരിപ്പൻ്റെ ആ മൂടിമ വെച്ചിങ്ങാനാണ് ഉള്ള ഉഴുന്നുവടൻ്റെ ഇത് സെറ്റാക്കുന്നത്. അങ്ങനെ അതിലേക്ക് ഇട്ട് നല്ലോണം അതിൻ്റെ ഇരുവശങ്ങളും നന്നായി വേവണം കേട്ടോ. അപ്പോൾ തിളച്ച എണ്ണയ്ക്ക് ഇട്ടുങ്ങാണ്ട് നമ്മൾ വറുക്കുകയാണ്. അപ്പോൾ നമ്മൾ കടയിൽ കിട്ടുന്നത് അത്ര വലിപ്പമൊന്നുമില്ല, നമ്മൾ സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചായ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയായിരുന്നു കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ നല്ലോണം വേവണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വറുത്ത് കോരി കേട്ടോ. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എല്ലാവരും കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിട്ടിട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ചട്നി ഉഴുന്നുവടയും പിന്നെ കട്ടൻ ചായയും അടിപൊളി കോമ്പിനേഷനാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉഴുന്നുവടൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയുന്നു. അപ്പോൾ താങ്ക് യു.